ലൂക്കോസ് അധ്യായം 3. തിബ്രിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പുന്തിയോസ് പിലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യത്രഗോണിത്തി ദേശങ്ങളിലും ലുസാനിയാസ് അബീലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സക്രിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമി വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്: കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാദം നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ. അവൻ ആ സ്നാനം ഏൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിനവൻ: 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവൻ കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനം ഏൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പലജനം അവനോട്: ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തു നിന്നു. അവൻ ക്രിസ്തു പോകുന്ന എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്: ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറ് കഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിൽ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദി നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കാൽ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. യോസഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മിൽക്കിയുടെ മകൻ, മിൽക്കി എന്നായുടെ മകൻ, എന്നായി യോസഫിന്റെ മകൻ, യോസഫ് മത്തത്യാസിന്റെ മകൻ, മത്തത്യോസ് ആമോസിന്റെ മകൻ, ആമോസ് നാഹൂമിന്റെ മകൻ, നാഹൂം എസ്ലിയുടെ മകൻ, എസ്ലി നഗായിയുടെ മകൻ, നഗായി മയാത്തിന്റെ മകൻ, മയാത്ത് മത്തത്യോസിന്റെ മകൻ, മത്തത്യോസ് ഷിമയുടെ മകൻ, ഷിമയി യോസഫിന്റെ മകൻ, യോസഫ് യോദയുടെ മകൻ, യോദ യോഹന്നാന്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ യോരോബാബേലിന്റെ മകൻ, സൊരബാബേൽ ശലഥിയേലിന്റെ മകൻ, ശലഥിയേൽ നേരിയുടെ മകൻ, നേരി മിൽക്കിയുടെ മകൻ, മിൽക്കി അദ്ദിയുടെ മകൻ, അദ്ദി കോസാമിന്റെ മകൻ, കോസാം എൽമാദാമിന്റെ മകൻ, എൽമാദാം ഏറിന്റെ മകൻ, ഏർ യോശുവിന്റെ മകൻ, യോശു എലിയേസറിന്റെ മകൻ, എലിയേസർ യോരീമിന്റെ മകൻ, യോരീം മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി ഷിമിയോന്റെ മകൻ, ഷിമിയോൻ യഹൂദയുടെ മകൻ, യഹൂദ യോസഫിന്റെ മകൻ, യോസഫ് യോനാമിന്റെ മകൻ, യോനാം എല്യാക്കീമിന്റെ മകൻ, എല്യാക്കീം മെല്യാവിന്റെ മകൻ, മെല്യാവ് മെന്നയുടെ മകൻ, മെന്ന മത്തതായുടെ മകൻ, മത്തത നാദാന്റെ മകൻ, നാദാൻ ദാവീദിന്റെ മകൻ, ദാവീദ് ഇശായുടെ മകൻ, ഇശായി ഓബേദിന്റെ മകൻ, ഓബേദ് ബോവസിന്റെ മകൻ, ബോവസ് സൽമോന്റെ മകൻ, സൽമോൻ നഹശോന്റെ മകൻ, നഹശോൻ അമീനാദാബിന്റെ മകൻ, അമീനാദാബ് ആരാമിന്റെ മകൻ, അരാം എസ്രോന്റെ മകൻ, എസ്രോൻ പാരസിന്റെ മകൻ, പാരസ് യഹൂദയുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസ്ഹാക്കിന്റെ മകൻ, ഇസ്ഹാഖ് അബ്രഹാമിന്റെ മകൻ, അബ്രഹാം തേരഹിന്റെ മകൻ, തേരഹ് നാഹോറിന്റെ മകൻ, നാഹോർ സെരൂഗിന്റെ മകൻ, സെരൂഗ് രഘുവിന്റെ മകൻ, രഘു ഫാലഗിന്റെ മകൻ, ഫാലഗ് ഏബറിന്റെ മകൻ, ഏബർ ഷലാമിന്റെ മകൻ, ഷലാം കൈനാന്റെ മകൻ, കൈനാൻ അർഫക്സാദിന്റെ മകൻ, അർഫക്സാദ് ഷേമിന്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമക്കിന്റെ മകൻ, ലാമക് മെതുശലയുടെ മകൻ, മെതുശല ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് യാരദിന്റെ മകൻ, യാരദ് മലേൽഡിയേലിന്റെ മകൻ, മലേൽഡിയേൽ കൈനാന്റെ മകൻ, കൈനാൻ ഏനോശിന്റെ മകൻ, ഏനോശ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ.